ഉണ്ടാക്കാൻ പോകുന്നത് അരിമുറുക്കാണ്. അതിന് ഞാൻ അരി വെള്ളത്തിയിട്ട് പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്ത് അപ്പത്തിൻ്റെ അരിപ്പിനെ അരിച്ച് ആ മാവ് കുറച്ച് നേരം വറുത്ത് വച്ചിരിക്കുന്നതാണിത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 സ്പൂൺ നെയ്യ്, 1/4 സ്പൂൺ ജീരകപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, കായപ്പൊടി. ഈ അരിപ്പൊടിക്കകത്ത് ചേർക്കാൻ ഇതിനൊരു ബൗള് ഉഴുന്നെടുത്ത് ചുമക്ക വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. അത് അതിനകത്ത് ജോയിൻ ചെയ്ത് ഇളക്കും. എന്നിട്ട് അതിന് വേണ്ടുന്ന ചില്ലി ഇതാണ്. ഈ ഇടിയപ്പത്തിൻ്റെ നാഴിയിൽ നമ്മൾ അതിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഈ മാവ് കുഴച്ചതിനകത്ത് ഇറക്കി നമ്മൾ പീച്ചി എടുക്കാൻ. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/2 സ്പൂൺ ഉപ്പ് പൊടി ഇട്ടു, പൊടിച്ചു വച്ചിരിക്കുന്ന ഉഴുന്ന് പൊടി ഇട്ടു, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1/2 സ്പൂൺ നെയ്യ്, ഇച്ചിരി സൺഫ്ലവർ ഓയിൽ, കായപ്പൊടി കുറച്ച്, നമുക്ക് ആവശ്യത്തിന് നല്ല മണം വരത്തക്കവണ്ണം. മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ ചെറിയ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ പരുവം കഴിഞ്ഞ് ചെറിയ ഒരു ലൂസ് വരത്തക്കവണ്ണം കുഴയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മാവ് ഞാൻ ചപ്പാത്തിയുടെ പരുവത്തിൽ ഇച്ചിരൂടെ ലൂസായിട്ട് ഇതേ രീതിയിൽ ഞാൻ കുഴച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ചുറ്റിച്ച് കാണിക്കാം. നമ്മൾ ഇതുപോലെ ഒന്ന് പരന്ന പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് അതിൻ്റെ മേളിൽ വേണം നമ്മൾ ചുറ്റിച്ച് ഒന്ന് ഒട്ടിക്കണം. നമ്മൾ ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ വിട്ടു പോകാത്തതാണ് അതിൻ്റെ പരുവം. ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ ചീറ്റിച്ച് വെച്ചിരിക്കുന്ന മുറുക്ക് ഓരോന്നായിട്ട് ഇടാൻ പോവുകയാണ്. നമ്മൾ സിമ്മിലിട്ടാണ് ഈ മുറുക്ക് ഇടുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇടണം. ഇപ്പോൾ ഈ പരുവമായി നമ്മൾ എടുക്കുകയാണ് മുറുക്ക്. അങ്ങനെ നമ്മുടെ ഇവിടെ ടേസ്റ്റേറിയ മുറുക്ക് റെഡി ആയിട്ടുണ്ട്.